അപ്പം ഇന്ന് തമ്മിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ പെങ്ങള് ഭാവിയാണ് കേട്ടോ. ഭാവിയല്ല, ഭാവിന്ന് വിളിക്കും, വാവിന്ന് വിളിക്കും. ഭാവിയല്ല, എല്ലാവരും വിളിക്കും. ഏട്ടത്തമ്മേനെ വിളിക്കുന്ന പേരെന്താ ഭാവിനെ വിളിക്കുന്നതെന്ന്. അതല്ല, ഭാവിയാണ്. അപ്പം ഓളെ, അതായത് അളിയൻ്റെ വീട്ടിൽ കൂടില്ലായിരുന്നു, ഓർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന പുര ഒന്ന് റെനോവേറ്റ് ചെയ്ത്, ഇംഗ്ലീഷിൽ പറയും. അപ്പം റെനോവേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ പിറ്റേന്നായിരുന്നു പാലുകാച്ചിലും കാര്യങ്ങളൊന്നും. അപ്പം നമ്മളന്ന് വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പം ഉമ്മ എന്നിങ്ങനെ പറയും അന്ന് എടുത്ത് കാണിക്കുന്നു. അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ നിങ്ങളെന്താക്കുക, നേരെ ഇന്ത്യയിലേക്ക് പോയി, നമ്മളെ കേരളത്തിൽ പോയി, വയനാട്ടിൽ പോയി, മേപ്പാടി പോയിട്ട് ഓളെ പുരയും ഇതൊക്കെ കണ്ടിട്ട് വരും. അപ്പം എല്ലാ വിശേഷങ്ങളും ഉമ്മയും പെച്ചിയും ഭാവിയും അളിയനെ കൂടിയൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പം ബാക്കി അതിൽ അളിയൻ്റെ വാപ്പ ഉമ്മ പെങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് സ്ട്രൈറ്റ് ടു ഇന്ത്യ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെയുള്ളേ? ഞാനോ ഇന്ന് മോളെ വീട്ടിലാ, ഭാവിന്റെ അളിയല്ല. അപ്പൊ ഭാവി ഒരു വീടൊക്കെ ഒന്ന് പുതിയതാക്കിക്ക്. അപ്പൊ വീടിന്റെ ഒക്കെ ഒന്ന് ഹോം ടൂർ കാണിച്ചു തരാം. കൊറേ ആള് ചോദിച്ചിരുന്നു ഇങ്ങനെ ഭാവിയുടെ വീടൊന്ന് കാണാൻ വേണ്ടിട്ട്. കാണാനുണ്ട്, പുറത്തുനിന്ന് കാണാം, പുറത്തുനിന്ന് തുടങ്ങാം. ഇത് വീടിന്റെ ആദ്യം മൊത്തം കാണിക്കാൻ വേണ്ടിട്ട് കേട്ടോ പുറത്തേക്ക് വന്നേ. ഫ്രണ്ട് ഭാഗം അയ്യോ ഇവിടുന്ന് കാണില്ലല്ലോ. ഇതാണ് വീടിന്റെ ഫ്രണ്ട്. ഇനി വാമ ഉള്ളിൽ പോവാ. ഇത് കൊറേ പ്രാവശ്യം കണ്ട വീടാണ്. കുഞ്ഞാവന്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് എന്താണ് മറ്റേ വീഡിയോ സർപ്രൈസ് വീഡിയോ അല്ലേ, അതിലൊക്കെ എടുത്താൽ മനസ്സിലാവും എങ്ങനെയായിരുന്നു വീട് എന്നുള്ളത്. ഇതിപ്പോ നമ്മളെ കുടുംബക്കാർക്ക് തന്നെ കണ്ടാല് ആദ്യം സ്റ്റെപ്പൊക്കെ വേറെ ഇതിലൂടെയായിരുന്നു. അതിലായിരുന്നു സ്റ്റെപ്പ് നേരെ. ഇനി വാ കയറാം, അമ്മ ഫ്രണ്ടിൽ പോയിക്കോ. അപ്പൊ പിന്നെ ഫോൺ ആരാ പിടിക്കുമ്പോ ഞാൻ കേറിയിട്ട്. ഇത് സിറ്റ് ഔട്ട്. ഇതാണ്. ഞാൻ വിചാരിച്ച ആദ്യം ഉണ്ടല്ലോ എന്റെ വീടാണ് ഏറ്റവും വലുത് വിചാരിച്ചിന്. ഇപ്പൊ അതൊന്നല്ല, ഇത് കണ്ടപ്പോ നമ്മളെ വീട് ഒന്നുമല്ല. ഭയങ്കര തള്ള ചെറുപ്പൂര് വെക്കും. ഇതാണ് ഇതിനെന്തെന്ന് പറയല്? സിറ്റിംഗ് റൂം. സിറ്റിംഗ് റൂമിൽ നിന്ന് നേരെ വന്നാല് ഡൈനിങ്. ഇതാണ് ഡൈനിങ്. ഇതാണ് കേട്ടോ ഡൈനിങ്. അതാരെ വിളിച്ചിക്കടേ, ഇശുവാണോ? ഇശു മോൾ. ഇതാണ് ചെറുപ്പാൻ്റെയും മെച്ചിൻ്റെ റൂം കേട്ടോ. ഇതാണ് ചെറുപ്പാൻ്റെയും മെച്ചിൻ്റെ റൂം. ഇത്ര റൂം ഉണ്ടല്ലേ. ഇത് ബാത്റൂം. ഞാൻ ഇവിടെ പോയാൽ ബാത്റൂം കാണിക്കും. ഞാൻ ബാത്റൂം കാണിക്കൂല. പിന്നെ ഇവിടെ ഒരു പറയും നിങ്ങളൊക്കെ പോളി കൊടുത്തിട്ടോ. കുത്തിവെപ്പ് 3 സൂചി വെച്ചാൽ അതങ്ങനെ. ഇത് വാഷിംഗ് ഏരിയ. വാഷിംഗ് ഏരിയ അല്ല, എന്താണ് വാഷ് ബേസ്. അമ്മ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്മ. അത് ഇത് ഓപ്പൺ കിച്ചണ്. ഇതെനിക്ക് ഇഷ്ടമായത് ഓപ്പൺ കിച്ചണ്. ഇത് കാണിച്ചെടുക്കട്ടെ. ഷെൽഫ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. നമ്മളെ വീട്ടിൽ നമ്മള് കാണിക്കണ്ടോ? ഭാവി എല്ലാം സെറ്റാക്കി വെച്ചിട്ടില്ലേ? ഇന്നൊന്നുമല്ല, ഇന്ന് അതിനെ മാത്രം സെറ്റാക്കിയിട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ വൃത്തിയൊക്കെ ഉണ്ടാവും എന്നും. പുതിയ വീട്ടിൽ കൂടി ഞങ്ങൾ ഫുള്ള് വൃത്തിയില്ല. ഈ അടുപ്പ്, അതായത് മറ്റേ സിങ്ക് നിങ്ങൾ യൂസ് ചെയ്യില്ല. അന്നിപ്പോ അവിടെ മൾട്ടി ഫങ്ഷൻ. ഇത് മറ്റേ പാത്രം കഴുകുന്നത്. തുറന്നാ മതി തന്നെ. ഇത് ഞാനും വാങ്ങിക്കുന്നത് ഉപകാരം കൊണ്ട്. ഇന്നിപ്പോ ഞങ്ങൾ അതിലെ കഴുകുക. അതിന് എത്രയാ നമുക്ക് അറിയില്ല, അപ്പുറത്തോണ്ട് ചോദിക്കണം. ഇത് വർക്ക് ഏരിയ.
താത്ത ബാക്കിൽ കൂടെ മുങ്ങി. എന്താ ഇതാണ് വർക്ക് ഏരിയ. ഇവിടെയാണ് നമ്മള് പാചകം ചെയ്യുക, പരിപാടികൾ? ഫുഡ് ഉണ്ടാക്കുക. ഇനി മേലെ പോയി എന്ത് മുകളിൽ ലൈറ്റൊക്കെ ഇട്ടിക്കണ്. ഉമ്മ ഫ്രണ്ട് കയറുമ്മ, ഉമ്മ എന്തേലൊക്കെ പറയുമ്മ. ചെടിയൊക്കെ പുതിയ വാങ്ങിയില്ലേ? ഇവിടുന്ന് ആയിരുന്നു ആദ്യം സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്ത്. പുറത്തുനിന്ന് ഇങ്ങനെയാണ് സ്റ്റെപ്പ്. ആദ്യം അടുക്കള മുകളിലേനു ആക്ക് കാണിച്ചു കൊടുക്കാം. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. താഴത്തെ ഫ്ലോർ മാത്രമാണ് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതായിരുന്നു ഞങ്ങൾ ആദ്യത്തെ. ഇവിടെ അടിയിൽ ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇതും ഇതിന്റെ മുകളിലത്തെ ഫ്ലോറാണ് ഞങ്ങളത് താഴതാക്കിയ. ഇത് സനുവിന്റെ റൂം. ഇല്ല, അത് ഇന്റീരിയറും ചെയ്തിട്ടില്ല. ഇവിടെ ഗ്ലാസ്സാ. ഇവിടെയുള്ള ചുമരം കൊണ്ടെടുത്തില്ലേ? ഈ ചുമരം കൊണ്ടെടുത്തിട്ട് പിടിക്കരുവ മൊത്തം ഗ്ലാസ് ഇട്ട് ഇങ്ങനെ ഫുള്ള് ഗ്ലാസ്. അത് അപ്പുറത്തെ വീട്. അപ്പുറത്തെ വീട്. ഇതാണ് സനുവിൻ്റെ റൂം. അത് ബാത്റൂം. ഇനി ഇതൊക്കെ പണി ചെയ്യാനുണ്ട്. ഇതാണ് ഞങ്ങളെ ആദ്യത്തെ കിച്ചൺ. ഇതിപ്പോ ഒരു കുട്ടികളെ റൂമാക്കി. ഒക്കെ ഇനി ഇവര് ഇഷു റൂവ ഐസി മാറി മാറി കിടക്കും. അത് മടക്കി വെക്കാം. അതൊരു എന്താണ് മുപ്പര് വന്നിട്ടൊരു തുണീൻ്റെ ഇങ്ങനെ കാണുമ്പോൾ വൃത്തിയോടല്ലേ. ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇരിക്കും, എന്നിട്ട് മാറ്റി വെക്കും. ഇതാണ് ഞങ്ങളെ ഇനിയുള്ള റൂം. പക്ഷെ ഇതൊന്നും നന്നാക്കിയിട്ടില്ല. ഇത് ചെറുപ്പാൻ്റെയും മെച്ചിൻ്റെയും പഴയ റൂമാണ്. ഇനി ഞങ്ങൾ ഈ റൂമിലോട്ട് മാറും. ഇതിന്റെ ബാക്കിലൊരു ബാത്റൂം ഉണ്ട്. ഇല്ല, 2 ബാത്റൂം പറ്റില്ല. അത് ഡ്രസ്സിംഗ് റൂം ആക്കും. ഇനി ഞങ്ങളെ റൂം. മോളിലേക്ക് വാ, കേറ്. ഇവിടെ കുറേ കേറാനുണ്ട്. മുകളിൽ വരെ കയറി മറ്റേ എനിക്ക് 3 നില കയറണം. അത് പിന്നെ നമ്മളിപ്പോൾ താഴോട്ട് മാറാണ്ട് ലൈറ്റ് ഇടട്ടെ. ഞങ്ങൾ നിലത്ത് കിടക്കുക. ഇത്രയും റൂമുണ്ടായിട്ട് ഇവര് നിലത്ത് കിടക്കുക. ഇതാണ് ഞങ്ങളെ റൂം. ഇനി പതായപ്പോ ചെറുപ്പം വെച്ചൊന്നും വന്നിട്ടില്ല. അമ്മ ഫ്രണ്ടിൽ ഇറങ്ങിയില്ല. ഇറങ്ങി നടക്കുമ്പോ ഇപ്പൊ കണ്ടില്ല 3. ഇത് 3rd ഫ്ലോർ ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. ഇനി 2nd ഫ്ലോർ. ഇവിടെ ആയിരുന്നു ഞങ്ങള്. ഇവിടെ ആരും കയറില്ല. ഞങ്ങൾ കിടക്കാൻ മാത്രം അങ്ങോട്ട് കയറുള്ളൂ. ഇല്ല, ലൈറ്റൊക്കെ കിടക്കാൻ നേരത്തെ. ഇത് ഇവിടുത്തെ ഇതേന്ന് ഞങ്ങൾ സിറ്റ് ഔട്ട് കേട്ടോ. ആദ്യത്തെ സിറ്റ് ഔട്ട് ഇതായിരുന്നു. ഇവിടെ നല്ല വ്യൂ ആയിരുന്നു. ഇതിലാണ് പിന്നെ മറ്റേ അതാ അവിടെ അതാ ലൈറ്റ് കാണുന്നുണ്ടല്ലോ. ഇതാണ് റോഡ് കേട്ടോ. ഒന്ന് പ്രളയം വന്ന് ചൂരൽമല റോഡ്, ദുരന്തം വന്ന് റോഡ് ഇതിൽ കൂടെ പോവുക. ഇവരടുത്ത് വരെ എത്തിക്ക് ദുരന്തം. 10 കിലോമീറ്റർ. 10 ഞാൻ പിന്നെ ആ ഭാഗത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. സൂചിപ്പാറൊക്കെ വിൽക്കണേ. അതൊക്കെ ഗ്ലാസ് ഇട്ടതാ. ഇതൊന്നും ഇല്ലായിരുന്നു. ഇനി നമുക്ക് ചെറുപ്പം വെച്ചൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാം അല്ലേ? ഓക്കെ. എന്തേ?
എന്താ ഇഷ്യൂ? നിങ്ങൾ കഴിക്കില്ലേ? നിങ്ങളെ വർത്താനം പറയണ്ട, ഞാനല്ല. ചോദ്യം ചോദിക്കൂല. നിങ്ങൾ പറയും കറിയൊക്കെ എങ്ങനെ ഉണ്ട്? കറി അടിപൊളി. പച്ചക്കറി ഉപ്പ് കുറവ് വന്നിട്ടും ഉപ്പ് കൂടുതലോ കുറവോ ഇടണ നീ? ഞാൻ എടുത്തിട്ട് വരാം നിക്ക്. അപ്പൊ കറി എടുക്കണ്ടേ? ഉപ്പച്ചൊന്നും പറയാത്ത ഇത് ഉമ്മ വെച്ച കറിയാണോ രസം, ഞാൻ വെച്ച കറിയാണോ രസം? നിങ്ങൾ തിന്നൊന്നില്ല. രണ്ടും സെയിം കറിയാ. ഉമ്മ കുറച്ചും ടേസ്റ്റ് ഉമ്മ വെച്ചാ. ഓ പിന്നെ വെച്ചിട്ടുള്ളൂ. ഉമ്മ എന്താ എക്സ്ട്രാ ഇട്ടതില്? ഇതിവിടെ വെച്ചതാ. അവിടെ അപ്പൊ ചപ്പാത്തിയും പച്ചക്കറി കുറുമ ചിക്കൻ പൊരിച്ചതാ. ഇവിടെ അതല്ലേ? രണ്ട് സെയിമാണ് അവിടെ. റുബ തിന്നു കഴിഞ്ഞോ? പിന്നെന്താ അതിങ്ങനെ കയറ്റി വെക്ക്. അതിവിടെ വാ, അതിവിടെ വാ. ഈ എന്താ മാറിയിരിക്കുന്നേ? കറി വേണ്ട? അതില് ചിക്കൻ വേണ്ട? ചിക്കൻ തിന്നോ? അതാ ചിക്കൻ. ഇതാ എന്താ സുഖമില്ലാത്ത അത് വരുന്നുണ്ടോ? മുട്ട മുറിക്കേ എന്തായാലും വന്നത് ഇതൊക്കെ വീഡിയോയില് വരും കേട്ടോ. അങ്ങനെ അപ്പൊ ഓക്കെ, വീഡിയോ കട്ടാക്കട്ടെ. എന്നാ കാണിക്കത്തെ? എന്നെ കാണിക്കണ്ട. ഞാൻ എന്റെ വീഡിയോ ആണ് കേട്ടോ. സംസാരിക്ക. ആര് എന്താ തീം? എന്താ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് കളിക്കി നോക്കട്ടെ. കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കിട്ടും, ഓണാക്കിയ ഓടും. ഉമ്മച്ചി നേരത്തെ വീഡിയോ ഇല്ലേന്നല്ലോ, ഫുഡ് കഴിക്കും. അത് കൊണ്ടുവരണം. ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ എന്തിനാ പോയെന്നുള്ള കാരണം ഐസി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവര് വെറുതെ പോകുമ്പോ വെറുതെ കാണിക്കും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിട്ട്. നിങ്ങൾ പോവുക ഇറങ്ങിയ ECG ECG TMT TMT ഇങ്ങനെ ഓടുന്നതല്ലേ? TMT. എത്ര വേണമെങ്കിൽ ഓടാം. എക്കോ അല്ല, TMT ട്രെഡ്മിൽ ടെസ്റ്റ്. അതെന്താണെയോ, അത് രോമം ഉള്ളവർക്ക് ഒരു ചെയ്തു കൊടുക്കണം, രോമം ചെയ്തു കൊടുക്കണം. നമ്മളെ അതല്ലെങ്കിൽ എന്തറിയോ, അത് നല്ല വേദന. നമ്മളൊക്കെ ചെയ്തു കൊടുക്കല. അതിന് നാളെ സ്കൂൾ. ഇശു എന്തൊരു നാണ നിക്കു. വാഷിംഗ് മെഷീൻ അതിലുണ്ടാവില്ല, ഒക്കെ ഇറക്കിയിട്ടുണ്ടാവും.
അതെന്തിയാ ആരോടാ ശിഖുനെ കെട്ടണ ചേച്ചിനെ പക്ഷെ കുഞ്ഞാവ് കെട്ടി പോയില്ലേ അപ്പൊ അതുവരെ കിട്ടുന്നത് അതുപോലെ കാണിച്ചു കൊടുത്ത് എനിക്ക് വേണ്ടതന്നെ അവള് പറഞ്ഞത് അപ്പൊ ഇന്ന് എനിക്ക് പോകണ്ട അപ്പൊ നിങ്ങള് പോവാ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാട്ടോ വീട്ടിൽ വന്നത് വീഡിയോ ടാറ്റ പറഞ്ഞാടാ ഉച്ചവന്ന് നോക്കിയപ്പോ ഭയങ്കര വൃത്തിയോടായിട്ട്